ദിവസം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ കുക്കു ചേച്ചിയുടെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഹോസ്പിറ്റലും സിസ്റ്റവും ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ആ പ്ലേസ്. എന്ത് കാര്യത്തിനും നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് ബുക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുള്ളൂ. ഈവൻ പനി വന്നാൽ പോലും പനിയൊക്കെ തീർന്നിട്ടാവും നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ ക്യാബൊക്കെ ബുക്ക് ചെയ്തത് ഹോസ്പിറ്റലിൽ എത്തി. ഇത്രയും വലിയ ബിൽഡിംഗിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. ആൻഡ് മുമ്പ് വന്നിട്ടുള്ളവർക്കാണെങ്കിൽ ഇറ്റ്സ് വിൽ ബി ഈസി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി മെക്ഡൊണാൾഡ്സ് കണ്ടപ്പോഴേക്കും വണ്ടി ഒന്ന് ചവിട്ടി. എന്തോ ഒരു ത്വര ഇത് കഴിക്കാനായിട്ട്. നാട്ടിലും അങ്ങനെയാണല്ലോ നമ്മള്. ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ആത്മാവാണല്ലോ. നമ്മുടെ നാട്ടിലും ഫുഡ് ഓർഡർ ചെയ്യുന്ന ഇങ്ങനത്തെ സിസ്റ്റംസ് അവൈലബിൾ ആണ്. ബട്ട് ഇവിടെ ഇങ്ങനെ മാത്രമേ നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് നമ്മൾ നമ്മുടേതാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇവിടെയുള്ളവർക്ക് സ്പൈസ് വളരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. സോ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്പൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫ്ലേവർ എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം അവർ കൺട്രി. കഴിക്കുന്ന സമയത്ത് ഒരു കിഴങ്ങ് പുഴുങ്ങി കഴിക്കുന്ന ഒരു ഫീൽ തന്നെയായിരിക്കും. ആൻഡ് ഫൈനലി ആഫ്റ്റർ ദി ഈറ്റിംഗ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഒരു ദിവസം കഴിച്ചിട്ട് എന്താ അല്ലേ പാട്.